നമസ്കാരം, ബ്രില്യൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്ന പാഠമാണ് കേട്ടോ. ഈ കഥ എഴുതിയത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്ന കഥ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഉതുപ്പാനാണ്. അതായത് ആ ചെറു നഗരത്തിൽ നമുക്ക് പലയിടത്തും ഉതുപ്പാനെ കാണാം. വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുമടിനു താഴെ, പട്ടണം ഉറങ്ങിക്കഴിഞ്ഞാൽ പീടികയുടെ തിണ്ണയിൽ, ഹോട്ടലിൻ്റെ വാതുക്കൽ, അങ്ങനെ പലയിടങ്ങളിലും എന്താണ് ഉതുപ്പാനെ നമുക്ക് കാണാൻ പറ്റും. ഉതുപ്പാൻ അനാഥനാണ്, അയാൾക്ക് ആരുമില്ല. അയാളുടെ ജീവിതം ലഘുവാണ്, എന്നാലും അയാളെ സംബന്ധിച്ച് അത് ഗുരുവാണ്. കാരണം അയാൾ ആരും ഇല്ലെങ്കിലും അനാഥനാണെങ്കിലും അയാളെ വിചാരം എന്ന് പറയുന്നത് തനിക്ക് ആരൊക്കെയോ ഉണ്ട്, ഈ ലോകത്തിന് വേണ്ടി തനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് ആര്? ഉതുപ്പാൻ. അങ്ങനെ ഉതുപ്പാൻ കുറേ കാലം എന്താണ് പണിയൊക്കെ എടുത്ത് ആ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് നഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കുകയാണ്. അതായത് ത്രികോണ ആകൃതിയിൽ ഒരു ഭൂമി വാങ്ങുകയാണ്. അങ്ങനെ ത്രികോണ ആകൃതിയിൽ ഒരു ഭൂമി വാങ്ങി അദ്ദേഹം അവിടെ പണി തുടങ്ങുകയാണ്. ആ പണി എന്ന് പറയുന്നത് ഉതുപ്പാൻ ഇങ്ങനെ എന്താണ് അവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിണറാണ് കുഴിക്കുന്നത്. അപ്പോൾ ഉതുപ്പാൻ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയുകയാണെന്ത്, വല്ല നിധിയും കിട്ടാനായിരിക്കാം ഉതുപ്പാൻ ഇങ്ങനെ എന്താണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതായത് അയാളുടെ പ്രവൃത്തിയെ പരിഹസിക്കുകയാണ്. പക്ഷെ ഉതുപ്പാനെ സംബന്ധിച്ച് ആ നാട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നത്തെയാണ് അയാൾ പരിഹരിക്കാനായിട്ട് പോകുന്നത്. കാരണം എല്ലാവരിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് ആർക്കുള്ളത്? ഉതുപ്പാന് ഉള്ളത്. പക്ഷെ ആരും തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, കാര്യമാക്കുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീ പശുവിനെ കെട്ടാൻ വരുന്ന സമയത്ത് അവർ പറയാണ്, കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, അവരോട് പറയാണ്, എടാ മക്കളെ, എന്താണ് എൻ്റെ കന്നുകാലികളൊന്ന് നോക്കണേ, കാരണം എന്താണ് ആ തെമ്മാടി വഴിയിലൊരു കിണർ കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല ഉതുപ്പാൻ ഇങ്ങനെ കിണർ കുഴിക്കുന്ന സമയത്ത് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. സമൂഹം അയാളെ പരിഹസിക്കുകയാണ്. അതായത് ഒരു കുടില് കെട്ടിയിട്ട് വല്ല പുട്ടും പഴമൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ അന്നത്തേക്കുള്ള വകയെങ്കിലും കിട്ടുമായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയാണ്. ഒരു കൂട്ടർ പറയണത് എന്താണ്, ചാവാൻ നേരത്ത് വല്ലവൻ്റെയും കിണർ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, ആത്മഹത്യ ചെയ്യാൻ സ്വന്തം കിണർ മതിയല്ലോ എന്ന് പറയുന്നൊരു ഒരു കൂട്ടരുണ്ട്. അതുപോലെ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണ്, ഉതുപ്പാന്റെ വക എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രശസ്തിക്ക് കൊള്ളാമായിരുന്നു. ഇതൊക്കെയാണ് എന്ത് ആളുകൾ ഉതുപ്പാൻ കിണർ കുഴിച്ച സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതൊന്നും കാര്യമാക്കാതെ ഉതുപ്പാൻ എന്താണ് തൻ്റെ പണി തുടരുകയാണ്. ഉതുപ്പാൻ എന്താണ് കിണർ കുഴിച്ചു, ആ കിണറിന് ചുറ്റും മതിൽ കെട്ടുന്നുണ്ട്, വെള്ളം കോരാൻ വേണ്ടിയിട്ട് കപ്പിയും കയറും ഇടുന്നുണ്ട്. അതുപോലെ കിണറിനടുത്ത് തന്നെ ഒരു കൽത്തൊട്ടി, കന്നുകാലികൾക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഒരു കൽത്തൊട്ടി നിർമ്മിക്കുന്നുണ്ട്, മേൽക്കൂര ഉണ്ടാക്കുന്നുണ്ട്. വെയിലും മഴയൊന്നും കൊള്ളാതെ ആളുകൾക്ക് എന്താണ് വെള്ളം കോരാനായിട്ട് മേൽക്കൂര ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം കണ്ട സമയത്ത് ഉതുപ്പാൻ വളരെയധികം ആനന്ദിക്കുകയാണ്. വെള്ളം വെള്ളം സർവത്ര വെള്ളം എന്ന് പറഞ്ഞ് അയാൾ തുള്ളിച്ചാടുന്നുണ്ട്. അതുപോലെ ഉതുപ്പാൻ ഒരൊറ്റ കാര്യം ആളുകളോട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെങ്കിലും കോരിക്കോ കുടിച്ചോ എന്ന് വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ കിണറും പരിസരവും എന്ത് ചെയ്യണം, വൃത്തിയായി സൂക്ഷിക്കണം. ഇത് മാത്രമാണ് ആർക്ക് നിർബന്ധം? ഉതുപ്പാന്. ഈ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഉതുപ്പാൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എന്താണ്, കുറേ ദിവസം ഉതുപ്പാനും എന്താണ് ഒരു പണിക്കാരനെ വെച്ച് പണിയെടുപ്പിക്കുമ്പോൾ ഉതുപ്പാനും അയാളെ സഹായിക്കാൻ കൂടും. മാത്രമല്ല ചില ദിവസങ്ങൾ ഉതുപ്പാൻ പണിക്ക് പോവും, എന്നിട്ട് പണിക്ക് പോയിട്ട് കിട്ടുന്ന കൂലി എന്ത് ചെയ്യും, ഈ കിണർ കുഴിക്കുന്ന ആൾക്ക് വന്ന് കൊടുക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ എന്താണ് മാറി ഉതുപ്പാൻ കിണറൊക്കെ കുഴിച്ചു. എന്താണ് കിണറിൻ്റെ അടുത്ത് എന്നും ഉതുപ്പാൻ പോവും, എന്നിട്ട് വെള്ളം കോരും, കൽത്തൊട്ടി നിറയ്ക്കും, ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. അപ്പോൾ ഉതുപ്പാൻ കിണർ കുഴിച്ച അന്ന് മുതൽ ഉതുപ്പാൻ്റെ കിണറിൽ കല്ലിട്ട് രസിക്കുകയായിരുന്നു ആര്? കുട്ടികൾ. മാത്രമല്ല ആളുകളൊക്കെ എന്താണ് കുളിയും അതുപോലെ കന്നുകാലികൾക്ക് വെള്ളം കുടിക്കാനും കുളിപ്പിക്കാനും അലക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും എവിടെയായി? ഉതുപ്പാൻ്റെ കിണറിനെ ആശ്രയിക്കാനായിട്ട് ആളുകൾ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ അതിന് മുൻപ് തന്നെ ഒരു ദുരാഗ്രഹി എന്ത് ചെയ്തു, ഉതുപ്പാൻ്റെ കപ്പിയും കയറും മോഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഉതുപ്പാൻ ആരോടും വഴക്കിനോ കാര്യത്തിനോ ഒന്നും പോകുന്നില്ല. പണിക്ക് പോയിട്ട് പൈസ കിട്ടിയപ്പോൾ എന്താണ് ഒരു കപ്പിയും കയറും വാങ്ങി ഇടുകയാണ് ചെയ്തത്. അങ്ങനെ ഉതുപ്പാൻ എന്താണ് തൻ്റെ കിണറിൽ ആളുകൾ വെള്ളം കോരുന്നതും അവരതിനെ ആശ്രയിക്കുന്നതൊക്കെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം എന്താണ് അവിടെ ഉതുപ്പാൻ കുറേ നാളുകൾ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് അവിടുത്തെ നഗരസഭ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, 30 ദിവസത്തിനകം
അവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ജലസ്രോതസ്സുകളെല്ലാം മൂടണം. കാരണം എന്താണ്, അവിടെ കുഴൽ വെള്ളം സ്ഥാപിക്കാൻ പോവാണ്. എല്ലാ വീട്ടിലും എന്താണ്, വെള്ളം എത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഉതുപ്പാന്റെ കിണറും എന്താണ്, മൂടണം എന്നായി. അതുവരെ ഉതുപ്പാന്റെ കിണറിനെ ആശ്രയിച്ചവർ പോലും എന്താണ്, ഉതുപ്പാന്റെ കിണറിനെ കുറ്റം പറയാൻ തുടങ്ങി. എന്താ പറയണത്, ആ ഉതുപ്പാൻ അവിടെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്, കൊതുകൊക്കെ എന്താണ് അതിൽ മുട്ടയിട്ട് പെരുകയാണ്, ഇത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് എന്ന് പറയാണ്. അങ്ങനെ ഉതുപ്പാൻ എന്താ സംഭവിക്കുന്നത്, ഉതുപ്പാൻ പറയാണ്, നന്ദി കെട്ട ലോകം അല്ലേ. പക്ഷെ ഇപ്പോഴും നന്ദിയുള്ളവരാരാണ്, ആ കുട്ടികളാണ്. അവരന്നും കല്ലും ചപ്പും ചവറും ഇട്ട് രസിക്കുന്നുണ്ട്, ഇന്നും അവരത് തുടരുന്നുണ്ട്. അതുവരെ കിണറിനെ ആശ്രയിച്ചിരുന്ന ആളുകൾ പോലും എന്താണ്, കിണറിനെ തള്ളിപ്പറയാണ്, ഉതുപ്പാനെ കുറ്റപ്പെടുത്തുകയാണ്. അത് ഉതുപ്പാൻ എന്ത് ചെയ്യുന്നില്ല, സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് ഉതുപ്പാൻ പല ആളുകളുടെ, അധികാരികളുടെ കയ്യും കാലും പിടിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് അവരോട് ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കിണർ മൂടരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവും ഉണ്ടാവുന്നില്ല. അങ്ങനെ എന്താണ്, ഉതുപ്പാനോട് പറയാണ്, 30 ദിവസത്തിനകം കിണർ മൂടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നഗരസഭ അത് വന്ന് മൂടും. പക്ഷെ അതിൻ്റെ കൂലി ആര് കൊടുക്കണം, ഈ കിണറിൻ്റെ ഉടമസ്ഥൻ കൊടുക്കണം എന്ന് കൂടി പറയാണ്. അങ്ങനെ കിണർ മൂടുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഉതുപ്പാൻ തൻ്റെ കിണറ്റിൻ്റെ കരയിലേക്ക് ചെല്ലുകയാണ്. കിണറ്റിൻ്റെ കരയിൽ ചെന്ന സമയത്ത് ആ കിണറ്റിൻ്റെ ചുറ്റുപാടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അടിച്ചുവാരി വൃത്തിയാക്കുകയാണ്. കുറേ പ്രാവശ്യം ആ കിണറിനെ വലം വെക്കുകയാണ് ആര്, ഉതുപ്പാൻ. കുറേ സമയം ഇങ്ങനെ വലം വെച്ചു. അവസാനം എന്താണ്, ഉതുപ്പാൻ ആ കിണറിൻ്റെ ഭിത്തിയുടെ മുകളിൽ കയറുകയാണ്. കയറുന്ന സമയത്ത് അവിടെ ചന്ദ്രൻ, വേറെ ആരുമില്ല, പക്ഷെ ചന്ദ്രൻ എന്താണ്, ഇന്ദ്രദിക്കിൽ നിന്നും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അടുത്ത വീട്ടിലെ പട്ടി ഇങ്ങനെ എന്താണ്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉതുപ്പാൻ തൻ്റെ കൈകൊണ്ട് കുഴിച്ച കിണർ മൂടുക എന്ന് പറയുന്നതും അല്ലേ. എന്നിട്ട് എന്താണ്, ഈ നന്ദിയില്ലാത്ത ലോകത്ത് ജീവിക്കുന്നതിലും ഭേദം എന്താണ്, മരിക്കുന്നതാണ് എന്ന് ഉതുപ്പാൻ സ്വയം തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഉതുപ്പാൻ എന്ത് ചെയ്യാണ്, ആ കിണറ്റിലേക്ക് ചാടിയിട്ട് ജീവത്യാഗം ചെയ്യാണ്. അപ്പോൾ ഉതുപ്പാന് അവസാനമായിട്ട് ഉദകജലം പാനം നൽകുകയാണ് ആര്, ആ കിണർ. അവിടെ ഉതുപ്പാന്റെ പുത്രിയായി മാറുകയാണ് ആര്, കിണർ. പിന്നെ അതിന് മുൻപ് തന്നെ എന്താണ്, ഉതുപ്പാൻ കിണർ കുഴിച്ച സമയത്ത്, കപ്പിയും കയറും ഇട്ട സമയത്ത് ഒരു പ്രായപൂർത്തിയായ മകളെ ഒരു വരന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു അനുഭവമാണ് ആർക്കുണ്ടായിരുന്നത്, ഉതുപ്പാൻ അനുഭവിച്ചത്. കാരണം ഉതുപ്പാനെ സംബന്ധിച്ച് ആ കിണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളെ പോലെയായിരുന്നു. അങ്ങനെ അവസാനം ആ എന്താണ്, നിസ്സഹായനായ മനുഷ്യൻ എന്താണ്, ആ കിണറ്റിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാണ്. ചന്ദ്രൻ ഇന്ദ്രദിക്കിൽ നിന്നും എത്തി നോക്കുകയാണ്. അടുത്ത വീട്ടിലെ പട്ടി എന്താണ്, ചരമഗീതം പാടുകയാണ്. ഇതാണ് എന്ത്, ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്ന കഥയുടെ ഉള്ളടക്കം. അപ്പൊ ഈ കഥയിലേക്കൊന്ന് നമ്മൾ നോക്കി അല്ലേ. ഈ കഥയിൽ എന്താണ് പ്രധാന കഥാപാത്രം, നമ്മൾ പറഞ്ഞു ഉതുപ്പാനാണ് അല്ലെ. ഉതുപ്പാൻ എന്താണ്, കിണർ കുഴിക്കുന്ന സമയത്ത് ആളുകൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് അല്ലെ, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്. പിന്നെ കപ്പിയും കയറും മോഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ വളരെ എന്താണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. ആ ചെറുനഗരത്തിൽ നമുക്ക് പലയിടത്തും ഉതുപ്പാനെ കാണാം. എവിടെ, ഞാൻ ആദ്യം പറഞ്ഞു, എവിടേക്കാണ് നമുക്ക് ഉതുപ്പാനെ കാണാൻ പറ്റുന്നത്, വണ്ടിപ്പേട്ടയില്, വള്ളക്കടവില്, തന്നേക്കാൾ ഭാരമുള്ള ചുമടിന് താഴെ, പട്ടണം ഉറങ്ങിയാൽ പീഡികത്തിണ്ണയില്, ഹോട്ടലിന്റെ വാതുക്കല്, ഇവിടെയൊക്കെ നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്, ഉതുപ്പാനെ കാണാം അല്ലെ. അവന്റെ ജീവിത ആവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവൻ അത് ഗുരുവാണ്. എന്താ കാരണം, ഉതുപ്പാനെ സംബന്ധിച്ച് അയാൾക്ക് ആരുമില്ല, പക്ഷേ അവൻ കരുതും എന്ത്, അവൻ എല്ലാവരും ഉണ്ട്, ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആര്, ഉതുപ്പാൻ. പിന്നെ ഉതുപ്പാന്റെ നിത്യജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പണിക്ക് പോകും. മാത്രമല്ല എന്താണ്, ഒഴിവുള്ള സമയങ്ങളിലൊക്കെ എന്താണ്, ഈ സുവിശേഷ പ്രസംഗം, യേശുവിൻ്റെ ഒക്കെ കഥകളൊക്കെ എന്താണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഉതുപ്പാൻ. അത് ഉതുപ്പാന്റെ നിത്യജോലിയിൽ വരുന്നതാണ് കേട്ടോ. സ്വന്തം ഭൂമിയിൽ ഉതുപ്പാന്റെ ആദ്യ ജോലി എന്തായിരുന്നു, കിണർ കുഴിച്ചത്. പിന്നെ ഉതുപ്പാൻ കുത്തിയ കിണറിനെ കുറിച്ചിട്ട് അയൽവക്കത്തെ കിളവി എന്താണ് പറഞ്ഞത്, എന്തായിരുന്നു ആ കിളവി പറഞ്ഞത്, അവർ പറയുകയാണെന്ത്, ആ തെമ്മാടി വഴിയുടെ നടുവിൽ എന്താണ് ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്, എൻ്റെ കന്നുകാലികളൊക്കെ നോക്കണേ എന്ന് പറയുകയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്, യൗവനത്തെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന പുത്രിക്ക് അധികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടായ കൃതാർത്ഥത ആ കുടുംബശൂന്യനും ഉണ്ടായി. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, കപ്പിയും കയറി വിട്ട സമയത്ത് ഉതുപ്പാനുണ്ടായ ആ ഒരു അനുഭൂതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഉതുപ്പാന്റെ ബുദ്ധിശൂന്യതയെ പറ്റിയുള്ള 3 അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു എന്താണ്,
സ്ഥലത്ത് വല്ല കട ഉണ്ടാക്കിയിട്ട് പുട്ടും എന്താണ് പഴമൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നുവെങ്കിൽ അന്നത്തേക്കുള്ള വകയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. രണ്ടാമത്തെ എന്താ ആളുകൾ പറഞ്ഞത്? വല്ല നിധിയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആ തെമ്മാടി അവിടെ എന്താണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം എന്ത്? ഉതുപ്പാന്റെ വക എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്താണ് പ്രശസ്തിക്ക് കൊള്ളാമായിരുന്നു. അവസാനം ചാകണമെന്ന് തോന്നുമ്പോൾ വല്ലവന്റെയും കിണർ അന്വേഷിക്കുന്നത് നല്ലത് സ്വന്തം കിണറ്റിൽ ചാടി മരിക്കുന്നതാണ് എന്ന് പറയുന്ന ആ 4 അഭിപ്രായങ്ങളുണ്ട്. അതിൽ നിങ്ങൾ 3 എടുത്തെഴുതുക. പിന്നെ ഇതിൽ ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ഉതുപ്പാൻ അവിടെ കിണർ കുഴിച്ച സമയത്ത് അവിടെ ഒരു ബോർഡ് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബോർഡിൽ എന്താ എഴുതിയത്? ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന ബോർഡാണ് അവിടെ ഉതുപ്പാൻ എഴുതി വെച്ചത്. പിന്നെ ഉതുപ്പാൻ വക്കത്ത് ചെയ്ത പരിഷ്കാരങ്ങൾ നമുക്കറിയാം അല്ലേ? എന്താണ്? കൽത്തൊട്ടി നിർമ്മിക്കുന്നുണ്ട്, കപ്പിയും കയറും ഇടുന്നുണ്ട്, മേൽക്കൂര അല്ലെ, വെയിലും മഴയും കൊള്ളാതിരിക്കാൻ മേൽക്കൂര ഉണ്ടാക്കുന്നുണ്ട്, ചുറ്റുമതിൽ കെട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഉതുപ്പാൻ ചെയ്ത പരിഷ്കാരങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ കഥയുടെ ആശയം. അപ്പം താങ്ക് യു.